എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ത്രിലോചൻ്റെ റൂമിൽ എല്ലാവരും കൂടി നിൽക്കുകയാണ്. എന്നിട്ട് എല്ലാവരും പറയുന്നുണ്ട് ത്രിലോചനാണ് ആ എലീന ആ പ്രസാദത്തിൽ ഇട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബോന്തിത പറയാണ് കാക്കാ സസുർജി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, കാരണം ആൾക്ക് പൂജ എന്നൊക്കെ പറയുന്നത് അത്രയും വലിയ കാര്യമാണ്, ആൾ അതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളാണെന്നൊക്കെ പറയുമ്പോൾ അനിരുദ്ധിനും ചെറുതായിട്ട് അത് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് അനിരുദ്ധ് പറയുന്നുണ്ട് അങ്ങനെ ഒരിക്കലും കാക്ക ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യതയില്ല. അപ്പോൾ ബോന്തിത നമുക്ക് രണ്ടാൾക്കും കൂടിയിട്ട് അത് ആരാന്ന് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ബോന്തിത ഇങ്ങനെ പൂജാമുറിയിൽ ഇരിക്കുന്ന സമയത്താവും അവിടെ അങ്ങനെ അലക്കാൻ വെച്ച ആ ഡ്രസ്സിൽ നിന്ന് മണ്ണങ്ങനെ അടിക്കുക, ആ എലി സത്ത മണല്ലേ, അപ്പോൾ ആ മണം അവൾക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ അവൾ അത് എടുത്ത് നോക്കുമ്പോൾ അത് അവളുടെ മാമിയുടെ സാരി ആയിരിക്കും, സമ്പൂർണ്ണയുടെ അമ്മയുടെ സാരി ആയിരിക്കും. അപ്പോൾ അവൾക്ക് മനസ്സിലാവുകയാണ് സമ്പൂർണ്ണയുടെ അമ്മയാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക, അവരെല്ലാവരും കൂടിയിട്ട് ഒത്ത് കളിച്ചതാവും എന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് അവൾ ആ സാരി എടുത്തിട്ട് പോകുമ്പോഴാവും സമ്പൂർണ്ണ അങ്ങോട്ട് വരിക. അപ്പോൾ സമ്പൂർണ്ണ കാണുകയാണ് അവൾ ആ സാരി കയ്യിൽ പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ എന്നിട്ട് ബോന്ത പറയുന്നുണ്ട് ഇത് മാമിയാണ് ചെയ്തേക്കുന്നതെന്ന് പറയുമ്പോൾ സമ്പൂർണ്ണ അവളോട് പറയുന്നുണ്ട് നീ ഇത് ആരോടും പറയാൻ പാടില്ല, അത് അമ്മയ്ക്ക് വലിയ ഒരു അപമാനമാണ്, നീ ആരോടും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ മനസ്സ് മാറ്റുന്നുണ്ട്. എന്നിട്ട് അവളോട് സത്യം ഇടിക്കുന്നുണ്ട്, ആരോടും പറയില്ല എന്ന് സത്യം ഇടിക്കുന്നുണ്ട് സമ്പൂർണ്ണ. അപ്പം അങ്ങനെ ബോന്തിത വിഷമിച്ചിട്ട് ഇങ്ങനെ റൂമിലിരിക്കുന്ന സമയത്ത് അനിരുദ്ധ ഇങ്ങനെ ഒരു ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുകയാവും. അപ്പം എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട് ബോന്തിത നീ എന്താ അങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അപ്പം മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവൾ അവനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ വിഷമത്തിലാണെന്ന്, എൻ്റെ മുഖത്തേക്ക് പോലും നോക്കിയിട്ടില്ലല്ലോ, പിന്നെ ഇങ്ങനെ മനസ്സിലായി എന്ന് പറയുമ്പോൾ അവന് അവൾ അടുത്ത് വന്നിട്ട് പറയുകയാണ് ബോന്തിത നീ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ, അപ്പോൾ നിനക്ക് വിഷമമായ നീ മിണ്ടാതിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുക, നീ ഇപ്പോൾ ഒരു അക്ഷരം എന്നോട് മിണ്ടിയിട്ടില്ലല്ലോ, മറ്റേത് അങ്ങനെയല്ലല്ലോ, അങ്ങനെ വളവള സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം അല്ലേ, അപ്പോൾ അതുകൊണ്ട് മനസ്സിലായി എന്ന് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ ബോന്തോട് ചോദിക്കുന്നുണ്ട് നീ എന്തുകൊണ്ട് അങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ശരിക്കും വിഷമം ഉണ്ടാവുക ആ കാര്യം അവനോട് പറയാൻ പറ്റിയില്ലല്ലോ, ആ സാരിയിൽ നിന്ന് ആ മണം വന്നത് സമ്പൂർണ്ണക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് അത് ആരോടും പറയില്ല എന്ന്, അപ്പോൾ അതുകൊണ്ട് അത് പറയാൻ പറ്റിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അവൾ വിഷമിച്ചിരിക്കുന്നത്. പക്ഷെ അവൾ പറയുകയാണ് എനിക്ക് എൻ്റെ അമ്മേനെ ഓർമ്മ വന്നിട്ടാന്ന് അവനോട് പറയുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് നിൻ്റെ അമ്മേനെ എന്തായാലും നിനക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുമെന്ന് പറയുമ്പോൾ അവൾ സത്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ചങ്കിലൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ അവൻ ആ സത്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ് ഓ നിങ്ങളുണ്ടല്ലോ നിങ്ങളുണ്ട് വർത്താനം പറഞ്ഞിട്ട് എൻ്റെ ജോലി ചെയ്യാൻ എന്നെ വിടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിച്ചിട്ട് ഞാൻ എപ്പോഴാണ് നിന്നെങ്ങനെ ജോലി ചെയ്യാൻ വിടാണ്ടിരുന്ന്, നിന്നെ എപ്പോഴാണ് ഞാൻ പഠിക്കാൻ സമ്മതിക്കാതിരുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയാണ് എന്നെ വർത്താനം പറഞ്ഞിട്ട് കുറേ നേരം ഇരുത്തിയില്ലേ, അപ്പോൾ എൻ്റെ സമയം പോയി എന്ന് പറഞ്ഞിട്ട് അവൾ ആ ബുക്കൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്, അവൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ അവൾക്ക് അവളുടെ അമ്മയുടെ ഓർമ്മ വരികയാണ്. എന്നിട്ട് കരയുന്നൊക്കെ ഉണ്ട്. അവൾ കരയുന്നത് കണ്ടിട്ട് അപ്പുറത്ത് നിന്നിട്ട് അനിരുദ്ധും കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട്. അതിന് ശേഷം അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് വന്നിട്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നല്ല രീതിക്ക് അവൾക്ക് സന്തോഷമൊക്കെ വരുന്നുണ്ട്. സന്തോഷത്തിൽ പിന്നെ പഠിക്കുന്നുണ്ട്. ആ കാര്യം തന്നെ വിട്ടു പോവാണ്. അവർ രണ്ടാളും കൂടിയിട്ട് നല്ല രീതിയിൽ സംസാരിച്ചിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അവൾക്ക് അറിയുമ്പോൾ അവൻ അടുത്ത് വന്നിട്ട് ചിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൈ കൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ചിരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നത്തെ സീനിൽ കാണിക്കുന്നത് ത്രിലോചനയാണ്. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ത്രിലോചൻ പറയുകയാണ് ഇപ്പോൾ കുറേ ദിവസമായില്ലേ ആ സമ്പൂർണ്ണയുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ ബിഹാരിയോട് പറയാണ് അവരുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോ, അവരെന്തായാലും പോകാൻ നിൽക്കുക എന്ന് പറയുമ്പോൾ ബിഹാരി അവിടുന്ന് ഓടിയിട്ട് അവരുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ പിന്നാലെ മാമിയും കൂട്ടിയിട്ട് വരുന്നുണ്ട് ബോന്തയുടെ. അത് സമ്പൂർണ്ണയുടെ അമ്മയും അച്ഛനും ഓടി വരുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ കാണിക്കുന്നത് ബിഹാരി എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ ത്രിലോചൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് പോകാനുള്ള സമയമായി, ഇപ്പോൾ കുറേ ദിവസമായില്ലേ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവിടേക്ക് വരികയാണ്. മാമിയാണ് കരഞ്ഞിന് നിലവിളിച്ചിട്ട് ഓരോന്നൊക്കെ പറയുന്നുണ്ട്, ഞങ്ങളതാ ഒഴിവാക്കുന്നേന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ ത്രിലോചന എല്ലാവരോടും കൂടി പറയുന്നുണ്ട് അവർക്ക് അവിടെ ഗ്രാമത്തിലേക്ക് പോവാണ് നല്ലത്, അവിടെ ജോലിയൊക്കെ ഇല്ലേ ഇപ്പോൾ ഇയാൾക്ക്, അപ്പോൾ അങ്ങനെ പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ ബിനോയ് പറയാണ് അവരിവിടെ നിന്നോട്ടെ, അവർക്ക് ഞാനൊരു ജോലി ഇവിടെ തന്നെ സെറ്റാക്കിയിട്ടുണ്ട്, മുൻഷിയില്ലേ ആ മുൻഷിയുടെ ആ ജോലി തന്നെ നമുക്ക് ഈ സമ്പൂർണ്ണയുടെ അച്ഛന് കൊടുക്കാമെന്ന് ബിനോയ് പറയുമ്പോൾ അനിരുദ്ധ് നന്നായിട്ട് എതിർക്കുന്നുണ്ട് അതിനെ. കാരണം ഹീരാമണ്ടിക്ക് മറ്റേ നമ്മുടെ ബോന്തേനെ കൊണ്ടാക്കിയതൊക്കെ ആളല്ല, അപ്പോൾ ആളുടെ സ്വഭാവം അത്ര വിശ്വസിക്കാൻ പറ്റിയതൊന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനിരുദ്ധ് അതിന് നന്നായിട്ട് എതിർക്കുന്നുണ്ട്. എന്നിട്ട് ബോന്തിത്തോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് നിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ ബോന്തിയും പറയാണ് അവൾക്കും തീരെ താല്പര്യമില്ല, മാമാനെ ഇങ്ങനെ ഒരു മുൻഷിയുടെ ആ ഒരു റോളിലേക്ക് കൊണ്ടുവരാൻ അവൾക്കും തീരെ താല്പര്യമില്ല എന്ന് പറയും. ബിനോയ് ആണെങ്കിൽ ആളുടെ ബാക്കിൽ ഉറച്ചു നിൽക്കുകയാണ് മുൻഷിയുടെ ഭാഗത്തേക്ക്. ആ പണത്തിൻ്റെ ഇടപാടുകളും ആ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് ആ സമ്പൂർണ്ണയുടെ അച്ഛൻ എന്നെ നിയമിക്കുന്ന ആൾ പറയുന്നുണ്ട്. അത് ശരിക്കും ആളുടെ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, സമ്പൂർണ്ണനെ പേടിച്ചിട്ട് മാത്രമാണ്
അപ്പോൾ അങ്ങനെ ത്രിലോചൻ ഒരു ഇതെടുക്കുകയാണ്. ത്രിലോചൻ പറയുകയാണ് ഇനിയിപ്പോൾ എന്തായാലും ആൾ കണക്ക് നോക്കട്ടെ, പക്ഷേ ആ കണക്ക് എഴുതിയത് ബോന്തിയും നോക്കും വേണം. ബോന്തി എന്തായാലും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ അവളിപ്പോൾ വിദ്യാലയത്തിലൊക്കെ പോയി വരുന്നതല്ലേ, അപ്പോൾ എന്തായാലും അവളും നോക്കട്ടെ ആ കണക്കൊക്കെ എന്ന് ത്രിലോചൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അനിരുദ്ധും അത് ഓക്കെ പറയുന്നുണ്ട്, എല്ലാവരും തന്നെ ഓക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്തൊരു കാൽചക്രവിദ്യ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ അത് പഠിക്കാൻ അത് ബോന്തയ്ക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇത് പഠിപ്പിച്ച് കൊടുക്കാനൊക്കെ ആദ്യം അനിരുദ്ധ് നോക്കുന്നുണ്ട്. അപ്പോഴൊന്നും അവൾക്കത് പറ്റുന്നില്ല. പിന്നെ അങ്ങനെ മാമ കള്ളക്കണക്കൊക്കെ എഴുതുന്നുണ്ട്. പക്ഷേ ബോന്ത അത് മേടിച്ച് നോക്കുമ്പോൾ അവൾക്കത് നോക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ അവൾ ആദ്യം വിചാരിക്കുകയാണ് മാമ എന്തായാലും ഇപ്പം നല്ലപോലെ എഴുതുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അത് മാമാക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാണ്. അപ്പോൾ മാമ അതിൽ കള്ളക്കണക്ക് മാത്രമാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ബോന്ത എഴുത്തൊക്കെ പുറത്തൊക്കെ പോയിട്ട് ഐസ്ക്രീമൊക്കെ കഴിക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ അവളെ പഠിപ്പിക്കുന്നുണ്ട്, ഓരോ കണക്കുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കാൽചക്രവിദ്യ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതും ബോന്ത പഠിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ആ കണക്കുകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി നിൽക്കുകയാണ്. എന്നിട്ട് ബോന്തിത അത് നോക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഫുള്ള് കള്ളക്കണക്കാവും എഴുതിയിട്ടുണ്ടാവുക. കുറേ പൈസ അതിൽ നിന്ന് തന്നെ മാമ അടിച്ച് മാറ്റിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ബോന്ത മനസ്സിലാക്കുകയാണ്. അപ്പോൾ ത്രിലോചൻ ചോദിക്കുന്നുണ്ട്, എന്താ ബോന്ത നീ എന്തെങ്ങനെ ഇരിക്കുന്നൊന്നും പറയാത്തെന്ന് പറയുമ്പോൾ അനിരുദ്ധ് അത് നോക്കിയിട്ട് പറയാണ്, ഇയാൾ ഫുള്ള് നമ്മളൊക്കെ ചതിക്കായിരുന്നു, ഫുള്ള് പൈസ അയാൾ തന്നെ എടുത്തേക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ചീത്ത പറയുന്നുണ്ട്. അവരോട് വീട്ടിൽ നിന്ന് തന്നെ പുറത്തു പോകാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ത്രിലോചന് നല്ല ചീത്തൊക്കെ പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ പറ്റിച്ചില്ലെന്നുണ്ട് ബിനോയിനോടും പോയി പറയുന്നുണ്ട്, നീ ഇപ്പം കണ്ടില്ലേ അയാൾ ചതിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ത്രിലോചനും പോയി പറയുന്നുണ്ട്. പിന്നെ സമ്പൂർണ്ണനെ കാണിക്കുകയാണ്. സമ്പൂർണ്ണ അച്ഛനും അമ്മേനെ ചീത്ത പറയുന്നുണ്ട്, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ല അതിൽ നിന്നൊരു പൈസ പോലും എടുക്കരുത് എന്ന് പറഞ്ഞല്ലേ, അപ്പോൾ അവരെല്ലാവരും എന്നെയല്ലേ മോശപ്പെട്ടോളൂ എന്ന് വിചാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ചീത്ത പറയുന്നുണ്ട്. പിന്നെ ബോന്തനെ കാണിക്കുകയാണ്. ബോന്ത അങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇസ്തിരി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ബിഹാരി വരുന്നുണ്ട്. അപ്പോൾ ബിഹാരി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയെന്ന് പറയുമ്പോൾ അവൾ കാര്യം പറയുന്നുണ്ട്, ഇപ്പോൾ എന്താ മാമി ഇങ്ങനെ ചെയ്തപ്പോൾ സമ്പൂർണ്ണ ചേച്ചിക്കല്ലേ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക, ആളിപ്പോൾ എത്ര സങ്കടത്തിലാവും എന്ന് പറഞ്ഞിട്ട് അവൾ നല്ല സങ്കടപ്പെട്ടിട്ട് നിൽക്കുന്നുണ്ട് ബോന്തിതയ്ക്കാണെങ്കിൽ സമ്പൂർണ്ണയുടെ ചിന്തയാണ്, അവൾക്ക് ഭയങ്കര വിഷമാവില്ലെന്ന് ചിന്തയാണ്. പക്ഷേ സമ്പൂർണ്ണയ്ക്കാണെങ്കിൽ പിന്നെയും അവളുടെ അമ്മ ഓരോ തുഷ്ടത്തരം മനസ്സിൽ കയറ്റി കൊടുക്കുകയാണ്. ബോന്തിതയുടെ കയ്യിൽ നിന്ന് ചാവി മേടിക്കണം, അവൾ കാരണമാണ് നിനക്ക് ഇപ്പോൾ ഒരു സ്ഥാനം വീട്ടിലില്ലാണ്ടിരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അവളിനെ ആദ്യം തകർക്കണം, അനിരുദ്ധിനെ അവളിനെ ആദ്യം അകറ്റണം എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് സമ്പൂർണ്ണയുടെ അമ്മ. പിന്നെ സമ്പൂർണ്ണ അനിരുദ്ധിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഒരു ബുക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവൾ ആ ബുക്കിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള എല്ലാ കണക്കുകളും അതിൽ എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് പറയുകയാണ് ഇത് ബോന്തിതയാണ് മറച്ചു വെച്ചത്, എന്നിട്ട് ബോന്തിത കള്ളക്കണക്ക് എഴുതിയിട്ട് ആ ബുക്കാണ് എല്ലാവരുടെ മുമ്പിൽ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അനിരുദ്ധിൻ്റെ മൈൻഡ് പറഞ്ഞിട്ട് തിരുത്തുകയാണ്. അപ്പോൾ അവനാകെ ഞെട്ടുകയാണ്, ബോന്തിത ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അവൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബോന്തിതേനെ അവൾ കുറ്റം പറയുകയാണ്, അവളാണ് ഇതിനൊക്കെ കാരണം, എൻ്റെ അമ്മേനെ അച്ഛനും പുറത്താക്കാൻ വേണ്ടിയിട്ടും കാക്കാ സസുർജീനെ നല്ലതാക്കാൻ വേണ്ടിയിട്ടുമാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ബോന്തേനെ സമ്പൂർണ്ണ കുറ്റം പറയുകയാണ് അനിരുദ്ധിനോട്. അപ്പം അങ്ങനെ അനിരുദ്ധ് ദേഷ്യത്തിൽ ബോന്തേനെ അവിടേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ബോന്തോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ബോന്ത അവളല്ലാതെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവനതൊന്നും വിശ്വസിക്കുന്നില്ല. അവളിനെ നന്നായിട്ട് അവൻ ചീത്ത പറയുന്നുണ്ട്. പിന്നെ അവൻ ത്രിലോചൻ്റെ അടുത്തേക്കും പോകുന്നുണ്ട്. എന്നിട്ട് ത്രിലോചനെയും ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അവിടെ എല്ലാവരും വന്നിട്ടുണ്ടാവും. അപ്പോൾ ത്രിലോചൻ പറയാണ്, എന്തായാലും അവർ രണ്ടാളും ഈ വീട്ടിൽ നിൽക്കാൻ തന്നെ പാടില്ല, അവർ തെറ്റ് ചെയ്തു, അവർ വീട്ടിൽ നിന്ന് പുറത്ത് പോകുക തന്നെ വേണമെന്ന് സമ്പൂർണ്ണയുടെ അച്ഛനും അമ്മേനെയും കുറിച്ച് ത്രിലോചൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ബിനോയും എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് പറയാണ്, എന്നാൽ ശരി, ഇപ്പോൾ എന്തായാലും സമ്പൂർണ്ണയുടെ അച്ഛനും അമ്മേനെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ, അപ്പോൾ ഞാനും അവരുടെ ഒപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുക, ബിഹാരി എൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവൻ നല്ല ശബ്ദത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ബിനോയ് പറയുന്നുണ്ട്, സമ്പൂർണ്ണനെ നോക്കിയിട്ടാണ് പറയുന്നത്, ഇത്ര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയ ത്രിലോചനല്ലേ, ത്രിലോചൻ എല്ലാവരും ഇവിടെ നിൽക്കണോണ്ട് പ്രശ്നം, അപ്പോൾ ത്രിലോചൻ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് പറയാണ്. തൻ്റെ ഏട്ടനെ തന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ബിനോയ് തീരുമാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ത്രിലോചനാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. കാരണം അത്രയും സ്നേഹബന്ധത്തിൽ നിന്നായിരുന്നല്ലേ ഇവർ രണ്ടുപേരും. അപ്പം അങ്ങനെ ബിനോയ് ആണെങ്കിൽ പേടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ത്രിലോചൻ ദേഷ്യപ്പെട്ടിട്ട് ഒരുപാട് സംസാരിക്കുന്നുണ്ട് ബിനോയോട്. അതിനുശേഷം ആൾ അവിടുന്ന് ദേഷ്യത്തോടും സങ്കടത്തോടും അവിടുന്ന് പോവാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ബോന്തിത കരഞ്ഞിട്ട് അനിരുദ്ധിനോട് പറയുന്നുണ്ട്, പോയി സമാധാനിപ്പിക്കുക, കണ്ടില്ല ആൾ കരഞ്ഞിട്ട് പോയത് കണ്ടില്ലേ, പോയി സമാധാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവനൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ബോന്തിത പറയുന്നുണ്ട്, ഓ അപ്പോൾ അത് ശരി, അപ്പോൾ ആരും ആളുടെ കാര്യം നോക്കണ്ട, ഈ വീട്ടിൽ ഞാനുള്ളിടത്തോളം കാലം ഒരാളും സങ്കടപ്പെട്ടിട്ടും വിശന്നിട്ടും ഈ വീട്ടിൽ ജീവിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ട് കാക്കാ സസൂജിയുടെ പിന്നാലെ തന്നെ നമ്മുടെ ബോന്തിത പോവുകയാണ്.
അങ്ങനെ ആ സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ബോന്തേനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കാക്കാ സസൂജിയുടെ അടുത്തും പോയി. പിന്നെ സമ്പൂർണ്ണയായിട്ട് അവൾ സംസാരിച്ചിട്ടുണ്ട്. സമ്പൂർണ്ണ അവളുടെ മൈൻഡ് മാറ്റാനൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അവൾ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴാവും അവൾ ഉണ്ടാക്കി വെച്ച ഒരു വീടിൻ്റെ ഒരു കുഞ്ഞു വീട് കാണുന്നത്. അത് സ്കൂളിലേക്കുള്ള പ്രൊജക്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ അത് കാണുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ അവൾ ആ ഇൻസിഡൻറ്റ് ഓർക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ മുറ്റത്ത് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ആ കൈയൊക്കെ വിടർത്തിയിട്ട് നമ്മുടെ വീടിൻ്റെ അളവൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അനിരുദ്ധ് വന്നിട്ട് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഓരോ നമ്മൾ വീടുണ്ടാക്കേണ്ട വിധമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവൾ ആലോചിച്ചിട്ട് കരയുകയാണ്. അപ്പോൾ അങ്ങനെ അനിരുദ്ധ് അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അനിരുദ്ധ് അവളെ പിന്നെയും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിന്നിൽ നിന്ന് ഞാൻ അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്താന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ദേഷ്യം വന്നിട്ട് ആ വീട് തട്ടിയിട്ടിട്ട് പോവാണ്. അപ്പോൾ അത് ഫുള്ള് പൊളിഞ്ഞ് വീഴുന്നുണ്ട്. പിന്നെ അവൾ അനിരുദ്ധിൻ്റെ അടുത്തേക്ക് പോയിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. കാക്കാ സസുർജിയുടെ ഭാഗത്ത് തന്നെ അവൾ നിൽക്കുന്നു, ഒരു തെറ്റും ആളുടെ കയ്യിലില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധാണെങ്കിൽ ദേഷ്യം വന്നിട്ടിരിക്കാവും. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാൻ എൻ്റെ പൊളിഞ്ഞ വീട് ഞാൻ എന്തായാലും നേരാക്കുക ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ ഈ ബന്ധങ്ങൾ പൊളിഞ്ഞിട്ടില്ല, അപ്പോൾ അതും നേരാക്കും എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം അവൾ വീട് ശരിയാക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അനിരുദ്ധ് വന്നിട്ട് അത് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് എത്ര ശ്രമിച്ചിട്ടും അത് ശരിക്കും പോലെ ആക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് അവനും നല്ല സങ്കടമാവുന്നുണ്ട്. അപ്പം അങ്ങനെ അവൾക്ക് തീരെ പറ്റാത്തതുകൊണ്ട് അവൾ അവിടെ നിന്ന് എണീച്ചിട്ട് ബാത്റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ അനിരുദ്ധ് അങ്ങോട്ട് വന്നിട്ട് അതൊക്കെ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൾ വരുന്നത് കണ്ടതും അവൻ അവിടെ നിന്ന് എണീച്ചിട്ട് ഓടുകയാണ്. അപ്പോൾ ബോന്തിത വന്നിട്ട് അത് കണ്ടത് അവൾക്ക് ഒരുപാട് സന്തോഷമാവാണ്. അവൻ ആ പൊളിഞ്ഞ വീടെല്ലാം നേരാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അവനാണ് ഇതൊക്കെ ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് അവൾ അവൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ബോന്തിത വരുമ്പോൾ അനിരുദ്ധ് ഇങ്ങനെ ഉറങ്ങണ പോലെ അഭിനയിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് വന്നിട്ട് അവൾ പത്തി ബാബു എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അവന് എന്താണെന്ന് വെച്ചിട്ട് ഉറക്കത്തിൽ നിന്ന് എണീക്കണ പോലെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുകയാണ്, എൻ്റെ സാധനം ഇങ്ങോട്ട് കാട്ട് എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് സാധനം പറയുമ്പോൾ എൻ്റെ കത്രിക ഇങ്ങോട്ട് കാട്ട് എന്ന് പറയുമ്പോൾ അവൻ്റെ പോക്കറ്റിൽ അത് എടുത്ത് വെച്ചിട്ട് അവൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് അവൾക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ മുഖം കൂട്ടിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് അവന് തെറ്റ് പറ്റിയല്ലോ എന്നുള്ള രീതിയിൽ നിന്നിട്ട് ചിരിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്നത് തിരിച്ച് വന്നിട്ട് ബാക്കിയുള്ള എല്ലാം ശരിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മാമി അപ്പുറത്ത് നിന്ന് നോക്കുന്നുണ്ട്. അതിനുശേഷം മാമിയും പിന്നെ സമ്പൂർണ്ണയും കൂടിയിട്ട് സംസാരിക്കാനാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്നത് ഇതെല്ലാം പുറത്ത് നിന്നിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഇവരുടെ ഉള്ളിലിരിപ്പ് എല്ലാം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അതിവിടെ ഉള്ളൊരു വസ്തു ഇങ്ങനെ തട്ടിയിട്ടിട്ട് അവളുടെ ശബ്ദം വരികയാണ്. അപ്പോൾ അങ്ങനെ സമ്പൂർണ്ണ കാണുകയാണ് അവളെ. എന്നിട്ട് സമ്പൂർണ്ണ അവളുടെ അടുത്തേക്ക് പോയിട്ട് ഇതാരോടും പറയരുതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബോന്ത പറയാണ്, ഞാൻ എന്തായാലും ഞാൻ പറയുക തന്നെ ചെയ്യും, നിങ്ങളെല്ലാവരും ചതിക്കായിരുന്നില്ല, അങ്ങനെയൊക്കെ രീതിയിൽ അവൾ സംസാരിക്കുന്നുണ്ട് സമ്പൂർണ്ണയോട്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. ബോന്ത ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നുണ്ട്. അപ്പോൾ എണീക്കുമ്പോൾ അവൾക്ക് പെട്ടെന്ന് നല്ല വയറുവേദന വരികയാണ്. ഒപ്പം അവളുടെ കിടക്കുന്ന ബെഡിൽ ബ്ലഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ശരിക്കും മെൻസ്ചറൈസേഷൻ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ അവൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, കുഞ്ഞു കുട്ടിയല്ലേ, ഒന്നും അറിയില്ല. അപ്പോൾ അവൾ പറയുകയാണ്, ഇത് എന്താ പറ്റി, എനിക്ക് എന്താ എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടായിട്ടുണ്ടോ, എന്തുകൊണ്ട് ഇങ്ങനെ ബ്ലഡൊക്കെ വരുന്നത് അവൾ തന്നെ ഇങ്ങനെ നിന്ന് പറയുന്നുണ്ട്. പിന്നെ അനിരുദ്ധിനെ കാണിക്കുന്നുണ്ട്. അനിരുദ്ധാണെങ്കിൽ സമയം ഒരുപാടായാലും ഇതുവരെ ബോന്ത എണിച്ചില്ലല്ലോ പറഞ്ഞിട്ട് അവനും ഒരു ടെൻഷൻ മനസ്സിലുണ്ട്. എന്നിട്ട് അവനിങ്ങനെ അവളെ എണിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പിന്നെ സമ്പൂർണ്ണനെ കാണിക്കുകയാണ്. സമ്പൂർണ്ണ ബോന്തേനെ വിളിച്ചിട്ട് അവളുടെ റൂമിലേക്ക് കയറി വരികയാണ്. അപ്പോഴേക്കും ബോന്ത അവിടുന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ സമ്പൂർണ്ണ കാണുന്നുണ്ട് ആ ബെഡിലത്തെ ആ ബ്ലഡ് അവൾ കാണുന്നുണ്ട്. അപ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ കാര്യം എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പം അങ്ങനെ ബോന്തിത്ത പോയിട്ടുണ്ടാവുക നേരെ അനിരുദ്ധിൻ്റെ അടുത്തേക്കാവും. അപ്പം അങ്ങനെ അനിരുദ്ധിൻ്റെ അടുത്തേക്ക് ആ സ്റ്റഡി റൂമിൽ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ആ സ്റ്റേഴ്സിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും സമ്പൂർണ്ണ അവളെ വന്ന് പിടിക്കുകയാണ്. എന്നിട്ട് ബോന്തേനെ അവൾ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നിനക്കിപ്പോൾ പറ്റിയത് ഏറ്റവും വലിയ ഒരു ആപത്താണ്, ഒരു പാപമാണ് നിനക്ക് ഏറ്റിരിക്കുന്നതെന്ന് ബോന്തോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ബോന്ത ആകെ ഞെട്ടിയിട്ടും പേടിച്ചിട്ടും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡ്സ് എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ആരും മിസ്സാക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.